ബാബരി മസ്ജിദ് തകർത്ത് രാഷ്ട്രീയാധികാരം പിടിക്കുക മാത്രമല്ല, തീവെട്ടിക്കൊള്ള നടത്തി സമ്പത്ത് സ്വരൂപിക്കൽ കൂടിയാണ് ഹിന്ദുത്വരുടെ ലക്ഷ്യമെന്നതിന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അഴിമതി ആരോപണം അന്വേഷിക്കാൻ UP സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചവരിൽ പ്രതിപക്ഷം മാത്രമല്ല, BJP നേതാവായ ഡോക്ടർ രജനീഷ് സിംഗ് കൂടിയുണ്ട്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ഭക്തർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് രജനീഷ് പ്രധാനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. സംഭാവന ശേഖരിക്കൽ, എണ്ണൽ, ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കൽ എന്നിവയുൾപ്പെടെ അവിടെ നടക്കുന്ന മുഴുവൻ പ്രക്രിയകളുടെയും ഓഡിറ്റിംഗ് നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പ്രശ്നത്തിൽ ഇടപെടാൻ രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര അയോധ്യയിലെത്തിയിരിക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റ് അംഗങ്ങളും നൃപേന്ദ്ര മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തി. BJP നേതാവ് ഡോക്ടർ രജനീഷ് സിംഗിന് പിന്നാലെ RSS നേതാവ് മുരളീധർ സിംഗും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മോഡിക്ക് കത്തയച്ചിട്ടുമുണ്ട്. ഫണ്ട് തട്ടിപ്പിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അയോധ്യയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. അത് അയോധ്യ മുനിസിപ്പാലിറ്റി ജീവനക്കാർ നീക്കം ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ BJP ഭരണം അഴിമതി നിറഞ്ഞതാണെന്നത് ഖേദകരമാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് Xൽ കുറിച്ചു. അല്ലായിരുന്നുവെങ്കിൽ SITക്കു പകരം IITകൾ സ്ഥാപിച്ചേനെയെന്ന് അദ്ദേഹം പരിഹസിച്ചു. രാമക്ഷേത്രത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്ന ആരോപണങ്ങൾ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് സമാജ്വാദി പാർട്ടിയാണെന്ന കാര്യം ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതി ആരോപണത്തിൽ നിന്ന് BJPക്ക് മാത്രമല്ല, പ്രധാനമന്ത്രി മോദിക്കും അമിത്ഷായ്ക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഒരു സ്വതന്ത്ര ട്രസ്റ്റ് രാമക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് BJP വർഷങ്ങളായി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ട്രസ്റ്റ് അംഗങ്ങളിൽ ഭൂരിഭാഗവും ഭരണപക്ഷവുമായി ബന്ധമുള്ളവരാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ ട്രസ്റ്റാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അഴിമതി മൂടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിലും അതാരും വിശ്വസിക്കുന്നില്ല. അഴിമതിയിൽ പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ് മാത്രമല്ല, മറ്റ് പാർട്ടികളുമുണ്ട്. ഏകദേശം 200 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അഴിമതി പുറത്തു കൊണ്ടുവന്ന ദൈനിക് ഭാസ്കർ കണക്കുകൂട്ടുന്നത്. ട്രസ്റ്റിന് നേതൃത്വം നൽകുന്ന ചമ്പത് റായിക്കും കൂട്ടാളികൾക്കുമെതിരെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് AAP MP സഞ്ജയ് സിംഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ട്രസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ മുൻകൈയിൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന വസ്തുത അഴിമതിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും ഒഴിഞ്ഞു മാറാനാവില്ലെന്നതിന്റെ സൂചനയാണ്. ട്രസ്റ്റ് സ്വതന്ത്രമായ സംവിധാനമാണെന്ന് BJP വാദിക്കുന്നുണ്ടെങ്കിലും ഈ സംവിധാനത്തിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച പത്രക്കുറിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വന്നതെന്ന് ഉത്തരവാദിത്തം ആർക്കാണെന്നതിനുള്ള സൂചനയാണ്. ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെയുള്ള വിവരങ്ങൾ പ്രകാരം മോദി പാർലമെന്റിൽ ട്രസ്റ്റിന്റെ രൂപീകരണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 15-ൽ 12 പേരെ അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തത്. ട്രസ്റ്റ് മെമ്പർമാരുടെ എണ്ണവും ഘടനയും പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണം ഇതാദ്യമല്ല. ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാം വേണ്ട വിധം ഒതുക്കി തീർക്കുന്നതിൽ ഹിന്ദുത്വ സർക്കാർ വിജയിച്ചുവെന്ന് മാത്രം.